പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവരോട്, പ്രമേഹത്തിലേക്ക് കാലെടുത്ത് വെച്ചവർക്ക്, പ്രമേഹത്തിന്റെ നവാഗതർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ബ്ലഡിലെ ഷുഗർ 70നും 90നും ഇടയ്ക്കിലാണ് നോർമൽ ആയിട്ടുള്ള അവസ്ഥ. 100 തൊട്ട് ഒരു 130 വരെയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. 130 കഴിഞ്ഞാൽ നമ്മളൊരു ഡയബറ്റിക് രോഗിയായി തീർന്നു എന്നാണ് അർത്ഥം. നോർമലായ അവസ്ഥയിൽ HbA1c 5.7 ആയിരിക്കും. 5.7 to 6.4 വരെയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രമേഹ രോഗിയായി തീരും. ഇവിടെ ഷുഗറിനെ കുറിച്ചല്ല എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇൻസുലിനെ കുറിച്ചിട്ടാണ്. നോർമൽ സ്റ്റേജിൽ ഇൻസുലിൻ ഉൽപാദനം 0.30 തൊട്ട് 0.50 യൂണിറ്റ് വരെ ആയിരിക്കും. ഇൻസുലിന്റെ ഉൽപാദനം വർദ്ധിച്ച് അത് 1നോ അതിന് മുകളിലെത്തുമ്പോഴാണ് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്ക് എത്തണത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മളുടെ ബ്ലഡില് ഷുഗർ അല്ല കൂടുന്നത്, ഇൻസുലിൻ ആണ് കൂടുന്നത് മനസ്സിലാക്കണം. അതായത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ചേർക്കാൻ വേണ്ടി നമ്മളുടെ പാൻക്രിയാസിന് അത്യധ്വാനം ചെയ്യേണ്ടി വരുന്നു. അത് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 0.10 യൂണിറ്റ് ഇൻസുലിനാണ് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് 0.20 0.30 വേണ്ടി വരുന്നു. അതായത് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്ന അർത്ഥം. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, നമ്മളുടെ ശരീരത്തില് ഷുഗർ അല്ല അധികം വർദ്ധിക്കുന്നത്, ഇൻസുലിൻ ആണ് വർദ്ധിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ ഷുഗർ എത്ര എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യായിരിക്കും. ഇന്ന് നിങ്ങൾ ഇൻസുലിൻ ടെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷം നിങ്ങൾ പ്രമേഹ രോഗിയായി തീരുമെന്ന് അറിയാൻ സാധിക്കും. ബ്ലഡിലെ ഷുഗർ ചെക്ക് ചെയ്താൽ മാത്രം അത് അറിയാൻ സാധിച്ചോളണമെന്നില്ല. ഇങ്ങനെ ഇൻസുലിന്റെ അളവ് കുറയുമ്പോഴല്ല, ഇൻസുലിന്റെ ക്വാളിറ്റി കുറയുമ്പോഴാണ് നമ്മൾ പ്രമേഹ രോഗിയായി തീരുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെ ഇൻസുലിന്റെ ക്വാളിറ്റി കുറഞ്ഞ ബ്ലഡിൽ ഷുഗർ കൂടുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കണ്ട് മെഡിസിൻ ഒക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരും. മെഡിസിൻ ഉപയോഗിക്കും, നമ്മളുടെ ബ്ലഡിലെ ഷുഗർ വീണ്ടും താഴും, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യും. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നമുക്ക് രോഗം ബാധിച്ചിട്ടുള്ളത് നമ്മുടെ പാൻക്രിയാസിലാണ്. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാൻ നമ്മുടെ പാൻക്രിയാസിന് ശേഷിയില്ല എന്നാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ അല്ല നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന് കഴിച്ച് പരിഹരിക്കുന്നത്, പകരം ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുകയാണ്. ബ്ലഡിലെ ഷുഗർ അല്ല രോഗം. ബ്ലഡിലെ ഷുഗർ എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ ലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ഇത് കുറയുകയും ചെയ്യും. നമുക്ക് രോഗം ബാധിച്ചിട്ടുള്ള പാൻക്രിയാസിനെയാണ്, അത് അതുപോലെ തന്നെ തുടരും. നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളിലെ ഇൻസുലിൻ ഉൽപാദന ശേഷി 50% കുറയുമ്പോഴാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗർ 130 മുകളിലേക്ക് ഉയർന്നത്. പാൻക്രിയാസിന്റെ പണി എന്താണ്? ബ്ലഡിലെ ഷുഗർ കൂടുമ്പോഴതിനെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗുളിക കഴിച്ചോ ഇൻസുലിൻ എടുത്തോ ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്തി കഴിഞ്ഞാൽ പാൻക്രിയാസിന് പിന്നെ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരുന്നില്ല. നമ്മളുടെ ഏതെങ്കിലും അവയവം അതിന്റെ പൂർണ്ണക്ഷമതയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അതിന്റെ ശേഷി കുറഞ്ഞു വരും. കുറച്ച് നാൾ നമ്മൾ കൈ പ്രവർത്തിച്ചില്ല, നമ്മളുടെ കൈയിന്റെ മസിൽ കുറഞ്ഞു പോകുന്ന പോലെ പാൻക്രിയാസിന് ശേഷിയും കുറഞ്ഞു വരും. നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിക്കുമ്പോൾ 50% പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളുടെ പ്രവർത്തന ശേഷി കുറഞ്ഞിരുന്നെങ്കിൽ മരുന്ന് കഴിച്ച് ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്തുമ്പോൾ അത് 51, 52, 53, 54, 55 ഇങ്ങനെ കൂടി വരും. ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരികയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് നമ്മൾ കൂടുതൽ രോഗിയായി തീരും. അങ്ങനെ ഏറെ താമസിയാതെ നമ്മളുടെ പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകളുടെ പ്രവർത്തനക്ഷമത ഒരു 70-75% പോകും. ഈ സ്റ്റേജിലാണ് ഇപ്പോൾ ഒരു 50-60% പ്രമേഹ രോഗികൾ ഉള്ളത്. നാളെ നമ്മളും അങ്ങനെ ആയിത്തീരും. അതുകൊണ്ടാണ് ഏത് ഹോസ്പിറ്റലിൽ പോയി ഏത് മരുന്ന് കഴിച്ചാലും നമ്മളുടെ പ്രമേഹം ഫലപ്രദമായിട്ട് കുറയുകയോ മാറുകയോ ചെയ്യാത്തത്. ഒരു ആശുപത്രിയിലും ഒരു മെഡിക്കൽ സ്റ്റോറിലും നമ്മളുടെ പ്രമേഹത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ പറ്റിയ, നമ്മളുടെ പാൻക്രിയാസിന്റെ പ്രവർത്തന ശേഷി പഴയതുപോലെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു മരുന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് തുടക്കക്കാർക്ക് പറയാനുള്ളത്, നിങ്ങൾ മെഡിസിന്റെ മാർഗത്തിലൂടെ മാത്രമല്ല പോകേണ്ടത്, മെഡിക്കേഷനിലേക്ക് മാത്രമല്ല പോകേണ്ടത്. നിങ്ങൾ ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സർസൈസിലൂടെയും ശരിയായ നേച്ചർ ലൈഫിലൂടെ നിങ്ങളുടെ പാൻക്രിയാസിന്റെ ശേഷി
വർദ്ധിപ്പിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത്. അതിന്റെ ഫലമായിട്ട് മരുന്നിന്റെ ഡോസ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും, മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കും. 100 വയസ്സ് വരെ നിങ്ങൾക്ക് പ്രമേഹമില്ലാതെ ജീവിക്കാനും സാധിക്കും. പക്ഷേ 99% പേർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് വേണ്ടത്ര അവബോധമില്ല എന്നാണ് സങ്കടകരമായ വസ്തുത. പ്രമേഹത്തിന്റെ തുടക്കക്കാരായിട്ട് പലപ്പോഴും എനിക്ക് സംവദിക്കാൻ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ അവർ പറയും, സാർ എൻ്റെ കാലിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കാഴ്ചക്കുറവില്ല, ഫാറ്റി ലിവർ ഇല്ല, കിഡ്നി പ്രോബ്ലം ഇല്ല, ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല, സെക്സിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്, ന്യൂറോപ്പതി ഇല്ല എന്നൊക്കെ പറയും. അവർ പറഞ്ഞത് ശരിയാണ്. ഇത് തുടക്കത്തിലല്ല വരണത്. പ്രമേഹം വന്ന് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇത്തരം ഓരോരോ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, പ്രമേഹാനുബന്ധ രോഗങ്ങൾ വരണത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രോഗത്തെ മാറ്റിയെടുക്കൽ വളരെ വിഷമമുള്ള കാര്യമാണ്. സാധിക്കില്ലെന്നല്ല പറഞ്ഞത്, വളരെ ക്ലേശകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ വരാതെ നോക്കുകയാണ് വേണ്ടത്. പാൻക്രിയാസിലെ ബീറ്റാ സെല്ലുകൾ ശേഷിയൊക്കെ മുഴുവൻ പോയി നമുക്ക് ഹൈപ്പർഗ്ലൈസീമിയയും ഹൈപ്പോഗ്ലൈസീമിയയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ആർക്കും ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതിന് നിങ്ങൾ ഡോക്ടറെയോ ആശുപത്രിയോ മരുന്നിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ വേണം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തി. ഇത് മുഴുവൻ നിങ്ങൾ ഡോക്ടർമാർക്ക് വിടരുത്. നിങ്ങൾക്ക് തന്നെ പ്രമേഹത്തെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവണം. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് തരിക ചെയ്യണത്. വ്യായാമം ചെയ്യാനോ ആഹാരത്തിൽ മാറ്റം വരുത്താനോ വെയിൽ കൊള്ളാനോ വെള്ളം കുടിക്കാനോ ഇതൊന്നും പറയാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മളുടെ രോഗത്തെ കുറിച്ചിട്ട് നമുക്ക് തന്നെ അവബോധം ഉണ്ടാവണം. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മരുന്ന് കൊണ്ട് മാത്രമേ ഈ രോഗത്തെ ഇല്ലാതെയാക്കാമെന്ന് വിചാരിച്ച് പോകുന്നവർക്കാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോയും ടെസ്റ്റ് നടത്തുകയും മെഡിസിൻ ഉപയോഗിക്കുകയും ഇതെല്ലാം നോർമലായിട്ട് നിർത്തുന്നവർക്കും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ ഉണ്ടാവുന്നുണ്ട്. ധാരാളം പേർക്ക് കൈകാൽ പെരുപ്പ് ഉണ്ടാവുന്നു, കാലിൽ കറുത്ത പാടുകൾ ഉണ്ടാവുന്നു, കാലുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു, ഡയബറ്റിസ് റെറ്റിനോപ്പതി ഉണ്ടാവുന്നു, ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവുന്നു, ലിവറിന് പ്രശ്നം ഉണ്ടാവുന്നു. അനവധി പേര് ലൈംഗികശേഷി കുറഞ്ഞ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വന്ന കുടുംബ ജീവിതത്തിന്റെ താളവും ലയവും തെറ്റി ദുഃഖിക്കുന്നുണ്ട്. ഡോക്ടറെ കാണുകയും മെഡിസിൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മാത്രം പോരാന്ന് ഞാൻ പറഞ്ഞത്, അത് വേണ്ടെന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഷുഗറിനെ തടയാൻ പറ്റില്ല, ഷുഗറിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ശരീരം ചോദിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് നമ്മളെ ഈ രോഗത്തിലേക്ക് എത്തിച്ചത്. ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല. അതുകൊണ്ടാണ് ഡോക്ടർക്കും മരുന്നിനും ഇതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തണം. നമ്മളെ രോഗിയാക്കിയ ആ ജീവിതചര്യയിൽ നിന്ന് കാലൊന്ന് മാറ്റി ചവിട്ടിയാൽ നമുക്ക് രോഗമില്ലാതെ ജീവിക്കാൻ സാധിക്കും. നമുക്ക് വന്ന പ്രമേഹമായാലും പ്രമേഹാനുബന്ധ രോഗങ്ങളായാലും പടിപടിയായിട്ട് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ ഞാൻ ഇത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 40 വർഷമായിട്ട് നേച്ചർ ലൈഫിന്റെ മാർഗത്തിലൂടെ ധാരാളം ആളുകൾ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.